എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ മലയാളത്തിലെ ചില ദൃശ്യമാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഗംഭീരമായ ഫ്ലാഷ് ന്യൂസുകളും ചർച്ചയൊക്കെ പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വേണ്ടി കാശ് കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ശരിയായൊരു നടപടിയല്ല. ജനാധിപത്യത്തില് പണാധിപത്യത്തിന് പ്രാധാന്യം പാടില്ല. മനുഷ്യന്റെ ഒരു മൗലികാവകാശമാണ് വോട്ട്. ആ വോട്ടിന് ഒരിക്കലും പൈസയോ അല്ലെങ്കിൽ മറ്റു പാരിതോഷികങ്ങളോ ഒന്നും കൊടുത്ത് സ്വാധീനിക്കാൻ പാടില്ല. അവന്റെ മനുഷ്യന്റെ ഏതൊരു ജനാധിപത്യ രാജ്യത്തിലും ഒരു പൗരന്റെ മൗലികാവകാശമാണ് വോട്ട്. അതൊരിക്കലും ഇങ്ങനെയുള്ള പൈസ പോലെ അതുപോലെ തന്നെ വിലപിടിപ്പുള്ള മറ്റ് പാരിതോഷികങ്ങളൊന്നും കൊടുത്ത് സ്വാധീനിക്കാൻ പാടില്ല. അത് തെറ്റായ ഒരു നടപടിയാണ്. അതാണ് നമ്മുടെ മാധ്യമങ്ങളിലും ഇന്ന് ഗംഭീര ചർച്ച. അതിന് അവരൊരു വീഡിയോയും പുറത്ത് വിട്ടിട്ടുണ്ട്. ആ വീഡിയോയും കാണിച്ചുകൊണ്ടൊക്കെയാണ് മാധ്യമങ്ങൾ ചർച്ച. നല്ല കാര്യം, നല്ല മാധ്യമ ധർമ്മമാണ്. അത് വേണം. എവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടാലും തീർച്ചയായിട്ടും മാധ്യമങ്ങൾ പ്രതികരിച്ചിരിക്കണം. അതാണ് ജനാധിപത്യത്തിലെ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനം. ജനാധിപത്യത്തിലെ നെടും തൂണാണ് മാധ്യമങ്ങൾ. അപ്പം മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിച്ച് ഇത് ഗംഭീര ചർച്ചയാക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ ആ വീഡിയോ കാണിക്കണ മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. അത് കഴിഞ്ഞ് നിങ്ങളൊരു ഫ്ലാഷ് ന്യൂസും ഇതൊക്കെ ആയിട്ട് കാണിക്കേണ്ടേ ഈ പൈസ കൊടുത്ത സ്ത്രീ ശോഭാ സുരേന്ദ്രന്റെ ഒപ്പം നിൽക്കുന്നതായിട്ടും പിന്നെ ഒരു കേന്ദ്രമന്ത്രിയും ശോഭാ സുരേന്ദ്രനെ നിൽക്കുമ്പോൾ പാലക്കാട്ട് BJPയുടെ ജില്ലാ ഓഫീസിൽ വെച്ചിട്ട് ശോഭാ സുരേന്ദ്രന്റെ ഒപ്പം ഈ കേന്ദ്രമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഒക്കെ നിങ്ങൾ ഫ്ലാഷ് ന്യൂസ് ഒക്കെ കാണിക്കണ്ടേ? നല്ല കാര്യം, അതും വേണം. എല്ലാ രഹസ്യങ്ങളും നമ്മൾ പുറത്തു കൊണ്ടുവരണമല്ലോ. അതാണ് മാധ്യമധർമ്മം. ഈ വീഡിയോ ഞാൻ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്കിൽ നിന്നാണ് ഞാൻ കണ്ടത്. വേറെ ആരും എടുക്കണില്ല. ഇന്ന് കോൺഗ്രസിനെ പാലക്കാടില് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ പാലക്കാട്ടെ MLAയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ പീഡനക്കേസിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടമാണ്. ഞാൻ ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്കിൽ നിന്ന് തന്നെയാണ് ഈ വീഡിയോ കണ്ടത്. അപ്പൊ ഈ സിനി എന്ന് പറഞ്ഞ ഒരു സജീവ BJP പ്രവർത്തകയാണ് പൈസ കൊടുത്തതെന്നും അവര് ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കണം. അതിന് BJPക്കാർ എന്ത് മറുപടി നൽകിയോ? ഒന്നുമില്ല. ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ ഈ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളോടും ഇത് പ്രചരിപ്പിക്കുന്ന കോൺഗ്രസുകാരോടും അതുപോലെ തന്നെ ഇടതുപക്ഷക്കാരോടൊക്കെ ഒരു ചോദ്യം. ആ പൈസ കൊടുക്കുന്ന സ്ത്രീയുടെ മുഖം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അത് സിനിയാണ് എന്ന് പറയണത്? എവിടെയെങ്കിലും ആ വീഡിയോയിൽ മൊത്തം നോക്കുക. എവിടെയെങ്കിലും ആ സ്ത്രീയുടെ മുഖം കാണുന്നതായിട്ടുണ്ടോ? ഇല്ല. 2, ആ വീഡിയോയിൽ ആദ്യം ഈ ഒരു വയസ്സായ കണ്ണാടി പഞ്ചായത്തിലെ ദേവു എന്ന് പറഞ്ഞ ഒരു വയസ്സായ അമ്മച്ചിക്കാണ് ഈ പൈസ കൊടുക്കണമെന്ന് പറയണത്. ആദ്യം അവരൊരു വടി കുത്തി നടന്നു പോണു. അതിന്റെ ഒപ്പമാണ് ഈ വെള്ള ചുരിദാറും തലയില് മുല്ലപ്പൂവൊക്കെ വെച്ച ഒരു സ്ത്രീ വന്നിട്ട് കൈ ഇങ്ങനെ വെക്കണം. പൈസ കൊടുക്കണതൊന്നും അവിടെയും കാണുന്നില്ല. ശരി, പൈസ കൊടുക്കണം, ഞാൻ സമ്മതിക്കണം, അവിടെ പൈസ കൊടുക്കണം. ആ വീഡിയോയുടെ ഫസ്റ്റ്. രണ്ടാമത് വീണ്ടും ഉണ്ട് ഈ അമ്മച്ചി അവിടെ ഇരിക്കുകയാണ്. രണ്ടാമത്തെ വീഡിയോ, അതിന്റെ ബാക്കി വീഡിയോയില് ഇരുന്നു കൊണ്ട് ആ പൈസ തുറന്ന് കാണിക്കണം. ഇവര് പൈസ കൊടുത്ത് കോൺഗ്രസ്സുകാര് പറയണതാട്ടോ, എന്റെ ഇതിലല്ല, ഞാൻ പൈസ കൊടുക്കണത് അവിടെ കണ്ടിട്ടില്ല. പൈസ കൊടുക്കണതായിട്ട് കാണിക്കണമെന്ന്, പൈസ കൊടുക്കണമെന്നാ പറയണത്. അത് നടന്നു പോകുമ്പോൾ അതാ കൊടുക്കണു പൈസ കൊടുക്കണമെന്നൊക്കെ ആ വീഡിയോയിൽ കാണുന്നുണ്ട്, സൗണ്ട് കേൾക്കണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇതാവണത്. ഓക്കെ, നിങ്ങൾ അതിന്റെ ബാക്കിയായിട്ട് കാണിക്കണേല് ആ അമ്മച്ചി, ദേവു എന്ന് പറഞ്ഞ ആ അമ്മച്ചി അവിടെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് കൈ നീട്ടി പൈസ കാണിക്കുകയാണ്. അവിടെ തന്നെ നിങ്ങളുടെ നാടകത്തിന്റെ ഒന്നാമത് പൊളിഞ്ഞു കോൺഗ്രസ്സുകാരുടെ. 2,
ഈ ചുരിദാറിട്ട സ്ത്രീയെ, തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടിയ സ്ത്രീയെ തിരിച്ചു വരുമ്പോ നിങ്ങളിങ്ങനെ ക്യാമറയൊക്കെ എടുത്ത് വീഡിയോ എടുക്കല്ലേ, ആ സ്ത്രീയുടെ മുഖം ഒന്ന് വീഡിയോയിൽ എടുക്കണ്ടേ? എടുത്തിട്ടില്ലല്ലോ. ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടിട്ടും ആ സ്ത്രീയുടെ മുഖം ക്ലിയർ ആയിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങളുടെ കയ്യിലുണ്ടോന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. എന്നിട്ട് ആ സ്ത്രീ പോണു. അവിടെ ശോഭാ സുരേന്ദ്രന്റെ വാഹനം പാർക്കിംഗ് ചെയ്തിരിക്കുന്നതിന്റെ സൈഡിൽ കൂടെ ആ സ്ത്രീ അങ്ങനെ നടന്നു പോണു. അത് ആ വണ്ടിയിൽ കയറണ വീഡിയോ പോലും എടുത്തിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ BJPക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ പൈസ കൊടുക്കാൻ പോണേ, നിങ്ങൾ പറഞ്ഞ പോലെ സിനിയാണ് എന്ന് സമ്മതിക്കുക. അങ്ങനെയാണെങ്കിൽ അവരാ കയറേണ്ടത് ശോഭാ സുരേന്ദ്രന്റെ വണ്ടിയിലല്ലേ? അതും നിങ്ങൾ കാണിക്കണില്ല. ആ കാറിന്റെ അടുത്ത് വരെ എത്തണതേ കാണിക്കണുള്ളൂ. പിന്നെ ഉള്ളത് ബാക്കി കാണിക്കുന്നില്ല. പിന്നെ വേറെ ഏതോ ഇവിടെ പോയിട്ട് അതിന്റെ ബാക്കി വീഡിയോ ശോഭാ സുരേന്ദ്രന്റെ വണ്ടിക്ക് ഒപ്പം നിർത്തി സംസാരിക്കണതിന്റെ വീഡിയോ. അപ്പൊ എന്തായാലും ഈ നാടകം അടപടലം പൊട്ടി. നിങ്ങൾക്കിപ്പോ ലക്ഷ്യം പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്ന രണ്ടു കൂട്ടർക്കും മനസ്സിലായി, LDFനും മനസ്സിലായി, UDFനും മനസ്സിലായി. അപ്പം എങ്ങനെയെങ്കിലും ഒരു നാടകം കളിച്ച് ശോഭാ സുരേന്ദ്രന്റെ പാലക്കാട്ടെ വിജയം ഇല്ലാതാക്കണം. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ കിറ്റ് നാടകം കളിച്ച അതേപോലെ ഒരു നാടകം കളിച്ച് ശോഭാ സുരേന്ദ്രന്റെ വിജയം ഇവിടെ ഇല്ലാതാക്കണം. അതിനുവേണ്ടി നിങ്ങൾ നടപ്പിലാക്കിയ ഒരു നാടകമാണ് ഈ വോട്ടിന് പൈസ എന്നുള്ളതും. അതും 8 നിലയിൽ പൊട്ടി. അല്ലെങ്കിൽ നിങ്ങൾ ആ സ്ത്രീയുടെ മുഖം കാണിക്കുക. ഇതാ ഈ പൈസ കൊടുത്ത് തിരിഞ്ഞു വരുമ്പോൾ ആ സ്ത്രീയുടെ മുഖം കാണിക്കുക. 1. 2, ആദ്യം ദേവു എന്ന് പറഞ്ഞ ആ വയസ്സായ അമ്മച്ചി നടന്നു പോകുമ്പോഴാണ് പൈസ കൊടുക്കണതായിട്ട് കാണിക്കുന്നത്. പൈസ കൊടുക്കണമെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ്സുകാരുടെ ഭാഷ കടമെടുത്തുകൊണ്ട് പൈസ കൊടുക്കണം പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ പൈസ കൊടുക്കണത് കാണിക്കണത് നടന്നു പോകുമ്പോഴാണ്. പിന്നെ നിങ്ങൾ ആ വീഡിയോയുടെ ബാക്കി എടുക്കുമ്പോൾ ഈ ദേവു എന്ന് പറഞ്ഞ അമ്മച്ചി അവിടെ ഇരിക്കുക. അപ്പൊ ഇത്രയും പെട്ടെന്ന് അതെങ്ങനെ സംഭവിച്ചു? അതിനുള്ള ഒരു മറുപടി കോൺഗ്രസ്സുകാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ പറയണ്ടേ. പിന്നെ നമ്മളെ മാധ്യമങ്ങളില് ഇത് ഭയങ്കര ചർച്ചയാണ്. നിഷ്പക്ഷ മാധ്യമങ്ങളാണല്ലോ നമ്മളെ മാധ്യമ പ്രവർത്തകരൊക്കെ, നിഷ്പക്ഷമായിട്ടാണല്ലോ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. അത് കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിന്റെ പ്രശസ്തമായ ഒരു മാധ്യമത്തിൽ ഒരു ചർച്ച നടന്നപ്പോൾ കേരളത്തിലെ BJP 1-2 സീറ്റുകളൊക്കെ നേടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ച നടത്തിയപ്പോൾ ഞാൻ ആ മാധ്യമ പ്രവർത്തകന്റെ ആ ചാനലിന്റെ പേരൊന്നും ഇവിടെ പറയണില്ല. ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ ഇരുന്ന് പറഞ്ഞതാണ് BJP കേരളത്തിൽ സീറ്റ് നേടുന്നു പറഞ്ഞപ്പോ അതാണ് എന്നെ അനവസരപ്പെടുത്തുന്നതെന്നോ അങ്ങനെ എന്തോ ഒരു വാക്ക് ഉപയോഗിച്ചു. അതാണ് എനിക്ക് എന്തോ ഒരു വാക്ക്, പുള്ളിക്ക് ഒരു സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വാക്കാണ് പുള്ളി ഉപയോഗിച്ചത്. ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനാണെങ്കിൽ അത് പറയാൻ പറ്റുമോ? ജനാധിപത്യ രീതിയിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJPയും CPMഉം കോൺഗ്രസും ഒക്കെ അല്ലേ? അപ്പൊ BJP ജയിക്കണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്താ ഇത്ര പ്രശ്നം? അതിലെ ഓപ്പോസിറ്റ് നിന്നിരുന്ന, ഇതൊരു ചർച്ചയായിരുന്നു, അതവിടെ ഒരു ചർച്ചയായിരുന്നു. ഓപ്പോസിറ്റ് നിന്ന ഒരു മാധ്യമ പ്രവർത്തക അതിനെ എതിർക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകർ ഇത് ചർച്ചയാക്കിയെടുക്കും. കാരണം അവർക്ക് കേരളത്തിലെ BJPയുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടി പോലെയാണ്. എന്ത് കടിയെന്ന് ഞാനിവിടെ വിവരിക്കുന്നില്ല, കടി പോലെയാണ്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ വിജയം എങ്ങനെയെങ്കിലും തടയുക എന്നുള്ള കോൺഗ്രസിന്റെ കിറ്റ് നാടകം പൊളിഞ്ഞ പോലെ തന്നെ ഈ നാടകവും പൊളിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി പറയാ. നടന്നു പോകുന്ന വല്യമ്മയ്ക്ക്, ആ അമ്മച്ചിക്ക് നിങ്ങൾ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. പിന്നെ നിങ്ങളുടെ അടുത്ത വീഡിയോയില് ആ അമ്മച്ചി അവിടെ ഇരിക്കുകയാണ്. അതെന്താ ഇത്ര പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചത്? 1. 2, ഈ പൈസ കൊടുത്തു പോണ വെള്ള ചുരിദാറും മറ്റേ മുല്ലപ്പൂ ഇട്ട സ്ത്രീയുടെ മുഖം എന്തുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ എടുത്തില്ല? 3, ഇനി അതൊക്കെ പോട്ടെ, ഈ സ്ത്രീ ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ വാഹനത്തിലോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനുള്ള ഒരു കാറിലോ കയറുന്ന വീഡിയോ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളെ എടുത്തില്ല? പിന്നെ ഇതേ സ്ഥലത്ത് നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പം തന്നെ ശോഭാ സുരേന്ദ്രനോട് ചോദിക്കണ്ടായിരുന്നോ? നിങ്ങൾ അപ്പം ചോദിക്കണില്ലല്ലോ, വേറെ സ്ഥലത്ത് പോയിട്ടാണല്ലോ നിങ്ങൾ ഇത് ചോദിക്കണേ. ഇത് എന്തുകൊണ്ട്? ഈ 4 ചോദ്യങ്ങൾക്ക് കോൺഗ്രസ്സുകാരും ഈ ശോഭാ സുരേന്ദ്രന്റെ പൈസ വിവാദത്തെ, ഈ നോട്ട് വിവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും മറുപടി തന്നിരുന്നെങ്കിൽ
വളരെ ഉപകാരമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. അതുപോലെ ആ രാഹുൽ മാങ്കൂട്ടം ഇട്ട വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളും കൂടി ഞാനിതാ ഈ പറഞ്ഞ ഭാഗങ്ങളും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എല്ലാവർക്കും നമസ്കാരം. കൊടുത്തു പൈസ ഇനി ചെയ്യരുത് കേട്ടാ. അല്ല എന്തായാലും അത് കൊടുക്കണ്ട. പൈസ കൊടുത്ത് തോട്ട് പിടിക്കുന്നില്ല.